സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഖത്താദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാ, ഒരു ദിവസം റസൂലുള്ളാഹി തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരോട് സഖാക്കളോട് പറയുകയാണ്, അഫലാ ഉഖ്ബിറുക ബിഅമലിൻ, ഞാൻ നിങ്ങൾക്കൊരു അമൽ പഠിപ്പിച്ചു തരട്ടെ. ഏതാണ് അമലെന്നറിയോ? അസ്ലുഹു ഫിൽ അർളി, അതിന്റെ അടിവേര് ഭൂമിയിലാണ്, അതിന്റെ തായ്വേര് ഭൂമിയിലാണ്, അതിന്റെ വൃക്ഷത്തിന്റെ വൃക്ഷത്തിന്റെ അടിവേരുകൾ ഭൂമിയിൽ സുശക്തമാണ്. അതിന്റെ ശിഖരങ്ങൾ അങ്ങ് ആകാശത്തെ മുട്ടി നിൽക്കുകയാ, മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന ശിഖരങ്ങളാണ് അതിനുള്ളത്. ആ സമയത്ത് സഹാബത്ത് ചോദിക്കുകയാണ്, ഖത്താദ തങ്ങൾ പറയുകയാണ്, മാഹുവയാ റസൂലല്ലാഹ്, നബിയേ ആ കലിമത്ത് ഏതാണ് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? ആ അമൽ ഏതാണ് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? ഇന്നെന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് നന്ദാവരത്ത് ഒരുമിച്ച് കൂടിയ സഹോദരങ്ങള്, ഇവിടെ നിന്ന് നിങ്ങൾ തിരിച്ചു പോകുമ്പോ ആദ്യമായിട്ട് എനിക്ക് സമ്മാനിക്കാനുള്ളത്, ഈ സദസ്സിൽ ആദ്യമായി എനിക്കൊരു സമ്മാനം നിങ്ങളോട് പങ്കുവെക്കാറുള്ളത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ രാത്രി മുതൽ അമൽ ചെയ്യാനാ. പ്രസംഗിക്കാൻ ആളുകൾ ധാരാളമുണ്ട്, പ്രസംഗം വെക്കാൻ സംഘാടകർ ധാരാളമുണ്ട്, പ്രസംഗം കേൾക്കാൻ ആയിരങ്ങളും പതിനായിരങ്ങളും കൂടാറുണ്ട്. പക്ഷെ പ്രസംഗം പറയുന്നവനോ, പ്രസംഗിപ്പിച്ചവനോ, പ്രസംഗം കേൾക്കുന്നവനോ ജീവിതത്തിൽ നന്നാകണ്ടേ? അതുകൊണ്ട് ഇന്നത്തെ രാത്രി പറയപ്പെടുന്ന അമൽ ആരെങ്കിലും ഒരാൾ ചെയ്താൽ, പറഞ്ഞ ഞാൻ ചെയ്താൽ, പറയിപ്പിച്ച സംഘാടകരെ ചെയ്താൽ, കേട്ട എന്റെ ആണുങ്ങളെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ചെയ്താൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇന്നത്തെ രാത്രി അമൽ ചെയ്താൽ, വല്ലാഹി വറബ്ബിൽ കഅബ, ഈ സദസ്സ് വിജയിച്ചേ, ഈ സദസ്സ് വിജയിച്ചേ. ഇവിടെ ലക്ഷങ്ങൾ പിരിയണ്ട, പതിനായിരങ്ങൾ വന്ന് കൂടണ്ട, ഈ സദസ്സിനൊരു മഹത്വമുണ്ട്. ഈ സദസ്സ് വിജയിച്ചതിന്റെ ലക്ഷണം അതാണ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി മുതൽ അമൽ ചെയ്യാൻ വേണ്ടി ഞാൻ പറയുകയാണ്. സഹാബാക്കളോട് ആരംഭപൂവായ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു അമല് പറഞ്ഞു തരാ. ആ അമലിന്റെ അടിത്തറ ഭൂമിയിലാണ്, അതിന്റെ ശിഖരങ്ങൾ അങ്ങ് മാനത്ത് മുട്ടി നിൽക്കുകയാ. സഹാബാക്കൾ ചോദിച്ചു, ഏതാ നബിയെ പറഞ്ഞു തരുവോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണെന്നറിയോ? തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 മറാത്തിൻ ഫീ ദുബിരി കുല്ലി സലാത്ത്. 5 നേരത്തെ നമസ്കാരം കഴിയുമ്പോ, 5 നേരത്തെ നമസ്കാരം കഴിയുന്ന സന്ദർഭത്തിൽ ഒരു 10 പ്രാവശ്യം നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ദിക്ർ മുടങ്ങാതെ ചൊല്ലുവോ? നാളത്തെ സുബഹി മുതൽ ചൊല്ലുമോ? പ്രിയപ്പെട്ട ഉപ്പ,